ഇ ഡി എന്തും ചെയ്യും. ഇ ഡിക്ക് വലിയ അധികാര പരിധിയുണ്ട്. പിണറായി വിജയൻ ജയിലിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും കെജ്രിവാളിനേക്കാൾ മുകളിലല്ലല്ലോ. ഇനി 2 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് പെട്ടെന്ന് അറസ്റ്റിലേക്ക് കൊണ്ടുപോകാനും നടന്നിട്ടുണ്ടല്ലോ. അങ്ങനെ സംഭവിക്കില്ലേ? അല്ല, ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ത് സംഭവിക്കും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പിണറായി വിജയൻ ഈ പ്രായത്തിലേക്ക് അറസ്റ്റിലാവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വപരമായ വശത്തിലൂടെ നോക്കുമ്പോൾ സങ്കടമാണ്. ഒരു 82 വയസ്സായ മനുഷ്യനാണ്. പിന്നെ നല്ല ഈ രീതിയിലുള്ള വലിയ രോഗങ്ങളുണ്ട്, ചികിത്സയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മയാമി ഇപ്പം ഇന്ത്യയിൽ പോലും ചികിത്സിക്കാൻ മയോ ക്ലിനിക്കിൽ പോയിട്ട് അവിടെ ഉള്ള ചികിത്സ, അതിൻ്റെ മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ ജയിലിലേക്ക് പോകുന്നത് നമുക്കതിനെ എന്താ പറയുക, അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ എന്ത് തന്നെയായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ അദ്ദേഹം ന്യായീകരിച്ച പ്രവൃത്തികൾ എന്തൊക്കെ തന്നെയാണെങ്കിലും മനുഷ്യത്വപരമായ ഒരു കാരണം വെച്ച് നോക്കുമ്പം അദ്ദേഹം ജയിലിലേക്ക് കാണുന്നത് നമുക്കത്ര ഒരു സുഖകരമായ കാര്യമല്ല. മാത്രമല്ല, നമ്മുടെ ചരിത്രത്തിൽ 2 തവണ മുഖ്യമന്ത്രിയായ നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ ആയിരുന്നു. അപ്പം ഏത് പാർട്ടി എന്നുള്ളതല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 2 തവണ അടുപ്പിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി നാളെ ജയിലിലേക്ക് ഇത്തരമൊരു കേസിൽ, പിണറായിക്ക് ജയിൽ പുത്തരിയല്ല, ജയിലൊക്കെ വളരെ പരിചിതമായ, ഇപ്പോൾ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അന്നത്തെ അല്ല, എന്നിരുന്നാൽ പോലും ജയിലിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു പഴയ തറവാടിലേക്ക് പോകുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ രണ്ട് പശ്ചാത്തലത്തിലാണ് പോകുന്നത്. അവിടെയാണ് ഒരു വിഷയം വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കള്ളപ്പണം കേസിൽ, ഒരു ക്രിമിനൽ കേസിലാണ്. ഇത്തരത്തിലെ ഒരു മറ്റേ ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് പൊളിറ്റിക്കൽ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു ആശയത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജയിലിൽ പോകുകയെന്ന് പറഞ്ഞാൽ അന്തസ്സിൻ്റെ ഭാവം കൂടിയാണ്. ഇത് നേർവിപരീതമാണ്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത്, ഇപ്പോൾ പിണറായി വിജയൻ ജയിലിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കാട്ടി ഉപരി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേരള രാഷ്ട്രീയത്തിൽ ഈ ഒരു സംഭവത്തിലൂടെ വരാൻ പോകുന്ന മാറ്റങ്ങളാണ് ഭയങ്കര പ്രധാനമാകുന്നത്. ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് തന്നെ ജില്ലാ ഘടകങ്ങൾ മുഴുവൻ പിണറായിക്കെതിരെ അതിശക്തമായിട്ട്, ഈ പിണറായി മൂലമാണ് പാർട്ടി തോറ്റതെന്ന് ആവർത്തിച്ച് കഠിനമായ ഭാഷയിൽ ഓരോ ജില്ലാ കമ്മിറ്റികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. അത് പിന്നെ പാർട്ടിയുടെ ഈ തോൽവി കാരണം പാർട്ടി മൊത്തത്തിലാണ് ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് തോറ്റത്, പിണറായിയിലേക്ക് അത് ചാർത്തുന്നത് പിണറായിയെ മാത്രം അതിൽ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നതിൻ്റെ നിലപാടാണ് ഇപ്പം നിലവിലുള്ള ഈ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ വി കുഞ്ഞകൃഷ്ണൻ പറഞ്ഞ പോലെ അണികളൊന്ന് ശ്രമിച്ചു നോക്കുക തിരുത്താനായിട്ട് നേതൃത്വത്തെ. പക്ഷേ നേതൃത്വം തിരുത്താനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 75 വയസ്സിന് ശേഷം വീണ്ടും മത്സരിക്കാനായിട്ടൊക്കെ അനുമതി കൊടുത്തത്. പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ട് തുടരാനുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ള അഭിപ്രായം പാർട്ടിക്കകത്തുള്ള ആൾക്കാർക്കുണ്ട്. എങ്കിലും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്നിപ്പോൾ നിയമസഭയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത്തരം ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുന്നു. അത് LDFൻ്റെ ഏറ്റവും പരിതാപകരമായ, അല്ലെങ്കിൽ CPMൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ, അതായത് അടിത്തറ ഇളകുന്ന സമയമുണ്ട്. അതാണ് അതിൻ്റെ ഒരു സംഗതി. കാരണം ഞാനിപ്പോഴും കാണുന്നത് LDFൻ്റെ മൊത്തത്തിലുള്ള പരാജയത്തേക്കാൾ വലിയ സംഗതിയാണ് കണ്ണൂരിൽ സംഭവിച്ചത്. 6 റൗണ്ട് പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് LDFൻ്റെ പരാജയത്തെക്കാട്ടി വലിയ പരാജയമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പയ്യന്നൂരിൽ ഒരു കള്ളൻ കണക്ക് ചോദിച്ചാൽ കൊടുക്കേണ്ട പ്രസ്ഥാനമല്ല CPM എന്ന് പറഞ്ഞതാണ് M സ്വരാജ്, അല്ലേ? ആ കള്ളനെ സ്വരാജ് കള്ളൻ എന്ന് വിളിച്ച വ്യക്തിയെ പയ്യന്നൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ അവിടുത്തെ ജനങ്ങളെ ജയിപ്പിച്ചു, അല്ലേ? അതേപോലെ ശരിയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി ജനം അവിടെ TK ഗോവിന്ദനെ ജയിപ്പിച്ചു. ആലപ്പുഴയിൽ 61 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിതത്തിലെ മുഖ്യമായ പ്രവർത്തനം അദ്ദേഹം പാർട്ടി പ്രവർത്തനമായിരുന്നു, G സുധാകരൻ. ആ 63-ാം വർഷത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാവുന്നു, ഈ പാർട്ടി താൻ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ആ പാർട്ടിയുടെ ആശയവുമായിട്ട് ഈ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല, ഇതിനകത്ത് നിറയെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ക്രിമിനൽസും ടെററിസ്റ്റ് ടെൻഡൻസിയുള്ള, അല്ലെങ്കിൽ ബന്ധമുള്ള ആൾക്കാരെല്ലാം നിറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, കണ്ണൂരും ആലപ്പുഴയും. കണ്ണൂർ CPM ജന്മമെടുത്ത സ്ഥലം, ആലപ്പുഴയിലെ പുന്നപ്ര വയലാറിലൂടെ
പാർട്ടി എന്താ പറയുക യൗവനത്തിലേക്കോ അതല്ലെങ്കിൽ ആരോഗ്യത്തിലേക്ക് വന്നൊരു സമയം അല്ലേ? അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും അടിത്തറ ഇളകിയിരിക്കുന്നു. ഈ അടിത്തറ ഇളകിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രശ്നമാണ് അല്ലേ? 75 വയസ്സ് കഴിഞ്ഞ് രണ്ടാം തവണയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും 81 വയസ്സിൽ മത്സരിക്കാനായിട്ട് വീണ്ടും പോളിറ്റ് ബ്യൂറോ അനുമതി കൊടുത്തത്. പിന്നെ രണ്ടാമത് അദ്ദേഹത്തിനെ പ്രതിപക്ഷ നേതാവാക്കി എടുത്തിരിക്കുന്നു. ദയനീയമായ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിലാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പം മരുമകൻ്റെ വീട്ടിലും അല്ലേ ഇവിടെ 12 ഇടങ്ങളിലാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒറ്റ സിംഗിൾ പോയിൻ്റാണ്. എന്താണ്? പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് 1.72 കോടി രൂപ 3 വർഷം കൊണ്ട് വേതനമായിട്ട് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തതിൻ്റെ വേതനമായിട്ട് കിട്ടി. അത് എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പം ഏത് ജോലിയാണെന്ന് പറയാൻ പറ്റുന്നില്ല. അധികൃതർ ചോദിച്ചതാണ്. എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് 1.72 കോടി രൂപ CMRL ഇവർക്ക് കൊടുത്തു. ഇതാണ് സംഗതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് വ്യക്തമായൊരു മറുപടി കൊടുക്കാൻ പാർട്ടിക്കോ പിണറായി വിജയനോ വീണ വിജയനോ ഇതുവരെ കോടതികൾക്ക് മുമ്പിലോ, കോടതിയിൽ ഇപ്പോഴോ കേസിരിക്കുകയാണ്, അതേപോലെ തന്നെ കോമ്പിറ്റൻ്റ് അതോറിറ്റീസിൻ്റെ മുമ്പിലോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പം എത്രയോ ചാനൽ ചർച്ചകൾ നടന്നു. ഈ പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി വാങ്ങി. ഈ മാസപ്പടി എന്നുള്ള പ്രയോഗം തന്നെ വന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചല്ല അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് ഒരു മാനനഷ്ട കേസിന് ഒരു പാർട്ടി അംഗം പോലും പോയില്ല അല്ലേ? ഒരു പാർട്ടി പ്രവർത്തകൻ പോലും തങ്ങളുടെ മുഖ്യമന്ത്രിയെ പിന്നെ മോശക്കാരനാക്കാനായിട്ട് ഓരോ മാധ്യമങ്ങൾ വ്യക്തമായിട്ട് ഇപ്പം നമ്മൾ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ റെഫറൻസ് ഉണ്ടെങ്കിൽ പോലും മാനനഷ്ട കേസിന് കൊടുക്കാൻ സാധ്യതയുള്ളൂ. ഉദാഹരണത്തിന് MV ഗോവിന്ദിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറയുകയുണ്ടായി അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് പിണറായി വിജയനോ പിണറായിൻ്റെ മകളോ കുടുംബത്തിലുള്ളവരോ മറ്റു പാർട്ടിക്കാരോ ആരെങ്കിലും ഒരു മാനനഷ്ട കേസ് പേരിന് ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതിന് ന്യായീകരണമില്ല. മാത്രമല്ല CMRL നിന്ന് ഈ വീണ വിജയനെ മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. CMRLൻ്റെ ഡയറിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് OC, RC, PV. അപ്പോൾ PV എന്നുള്ളത് ഞാനല്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ജനം അത് വിശ്വസിക്കുമോ? RC എന്നുള്ളത് രമേശ് ചെന്നിത്തലയാണെന്ന് രമേശ് ചെന്നിത്തല സമ്മതിച്ചത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയെന്ന് പറയുന്നു. അദ്ദേഹം ഒന്ന് ആഭ്യന്തരമന്ത്രി കൂടെയാണ്. ഇന്നലെ അദ്ദേഹം ഒരു വിജിലൻസിൻ്റെ അടിസ്ഥാന പേരിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സീറോ, അതായത് അഴിമതി മുക്തമാക്കുക കേരളത്തെ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ഓർക്കാം എന്ന് മാത്രം. അപ്പോൾ അപ്പോൾ CMRL ഈ പറഞ്ഞതുപോലെ ഈ വാരി വിതറിയ കോടികൾ, അതേപോലെ അതിനകത്തുണ്ടായിരുന്ന അഴിമതികൾ, ഇതെല്ലാം ഇപ്പോൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി ഈ അനുമതി കൊടുത്തതിൻ്റെ പേരിലാണല്ലോ ഇന്നിപ്പോൾ റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ കേരള ഹൈക്കോടതി ഈ കേസിലേക്ക് നോക്കുമ്പോഴും പ്രാഥമികമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു കേസ് ഉള്ളതായിട്ട് കണ്ടിട്ടാണല്ലോ ഇത് കൊടുക്കുന്നത് അല്ലേ? അപ്പം ഇതിന് ഈ കേരളത്തിൽ എങ്ങനെയാണ് അതിൻ്റെ രാഷ്ട്രീയമായി കേരളത്തിൽ ഇതിനെ വെറും ഒരു അഴിമതി കേസിനേക്കാൾ ഉപരി കേരള സമൂഹത്തിൽ രാഷ്ട്രീയമായ ഒരു മാറ്റത്തിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ CPM പറയുന്നത് CPMനെ തകർത്തെങ്കിൽ മാത്രമേ BJPക്ക് കേരളത്തിൽ വളരാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ഇന്ന് KK രാഗേഷ് അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന ഒരു CPMകാരനായിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് P. ജയരാജൻ അവിടെ വരികയുണ്ടായി. P. ജയരാജൻ നടത്തിയ അതേ പ്രസ്താവന അതേ വേർഡിങ്സോട് കൂടി തന്നെയാണ് ആദ്യ ഭാഗം KK രാഗേഷും ഇതിൽ പ്രതികരിച്ചത്. അതിനുശേഷം വേറൊരു സംഗതിയും അദ്ദേഹം പറയുകയുണ്ടായി. KK രാഗേഷ് പറഞ്ഞത് ഈ കോൺഗ്രസിനെ തകർത്തത് കൊണ്ട് BJPക്ക് അവരുടെ ഉദ്ദേശം നടക്കത്തില്ല. കാരണം CPMൻ്റെ അണികളെ തകർത്തെങ്കിൽ മാത്രമേ അവർ കാലിനെ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ CPM ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. മറ്റേ കോൺഗ്രസിൻ്റെ അടിത്തറയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഹിന്ദു പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നുള്ളതാണ് KK രാഗേഷ് പറഞ്ഞത്. ഇത്
ഇതിങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇത് ആൾക്കാർ കേട്ടാൽ ഇത് മനസ്സിലാക്കുമെന്ന് ചിന്തിക്കാൻ പോലുള്ള ശേഷി കെ രാഗേഷിന് ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതും സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പശ്ചാത്തലമാണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPM-ൻ്റെ നേതൃത്വം കഴിഞ്ഞ അണികളിൽ നല്ലൊരു വിഭാഗം ഇപ്പോഴും ഈ സാധാരണക്കാരായ മനുഷ്യരെല്ലാവരും സത്യസന്ധരായി ജോലി ചെയ്ത് കുറച്ച് അവരുടെ വൈകാരികതകളെയൊക്കെ നിയന്ത്രിച്ച്, അതാണ് ഈ CPM-ൻ്റെ ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, നിയന്ത്രിച്ച് ബോധപൂർവം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ ജീവിക്കണം എന്നും പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഈ മണ്ടനാശയങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ അതിൽ ആത്മാർത്ഥത കാണിച്ച് അവിടെയാണ് എൻ്റെ സംഗതി. ആ മണ്ടനാശയങ്ങളാണെങ്കിലും അതിൽ ആത്മാർത്ഥത കാണിച്ച് ഈ ചിരിക്കാതെ മുഖത്തെ മസിലുകളൊക്കെ കടുപ്പിച്ച് വെച്ച് ജീവിച്ചു പോകുന്ന ഏറ്റവും കൂടുതൽ അണികൾ അങ്ങനെയാണ്. വളരെ ഒരു സംശയമില്ലാത്ത കാര്യം പറയും. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെ പേടിയോടെ കണ്ടിരുന്ന സമയത്ത് പോലും അവരുടെ ഉള്ളിലൊരു ബഹുമാനം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം അവർ വൃത്തികേട് കാണിക്കത്തില്ല, കക്കാൻ പോവില്ല, പിടിച്ചു പറിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ചില നിഷ്ഠകളുണ്ട് എന്നൊക്കെയുള്ള പിന്നെ സ്വന്തമായ കാര്യത്തിന് വേണ്ടിയിട്ട് അഴിമതി നടത്തത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുണ്ടായിരുന്നു. അങ്ങനെയുള്ള അണികൾ ഇപ്പോഴും ധാരാളമുണ്ട്. ഈ അണികൾ നിരാശരായി. ആ നിരാശയുടെ പ്രതിഫലനം കൂടിയാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് ആർക്ക് കിട്ടിയത്? UDF-ന് കിട്ടിയത്. 20 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ് UDF-ഉം LDF-ഉം തമ്മിൽ ഇപ്രാവശ്യമുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 40% താഴെ 37% LDF-ൻ്റെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ശരിയാണ്. ഈ പറയുന്ന CPM-നകത്ത് വലിയ ഇടിവുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അതിൻ്റെ കൂട്ടത്തിൽ, അതായത് ഈ മറ്റേ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിൽ പിണറായിയുടെ നേതൃത്വവും കൂടെ ഈ ഇടപെടലോ കേന്ദ്രത്തിൻ്റെ എന്തെങ്കിലും ഈ കേന്ദ്ര ഏജൻസികളോ കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയോ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പാടെ തകർന്നു പോയാൽ എന്താകും അവസ്ഥ? അല്ല, അതിനകത്ത് തകർന്നു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം വേറൊരു നേതൃത്വം വരും. ഇനി അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പത്തനംതിട്ടയിലെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ, അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു നടപടി ഉണ്ടായില്ല. അപ്പം ജയിലിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പോലും പ്രതിപക്ഷ സ്ഥാനം ചിലപ്പോൾ തുടർന്നിരിക്കും പാർട്ടിയിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്. കാര്യം ഈ നേതൃത്വം എന്ന് പറയുന്ന ഇപ്പം വി കുഞ്ഞകൃഷ്ണൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിലില്ലേ, അണികൾ നേതൃത്വത്തിൽ തിരുത്തട്ടെ, അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ അണികൾ നടത്തുന്നത്. പക്ഷേ ഇവർ തിരുത്താൻ തയ്യാറല്ല. ആ നേതൃത്വത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ പാർട്ടി ഇരിക്കുന്നത്. ആ നേതൃത്വത്തെ അത് പിടിച്ചു നിർത്തുക എന്നുള്ളത് അവരുടെ സ്വകാര്യമായ ആവശ്യമായി മാറി. ഇപ്പോൾ പാർട്ടിയെ തങ്ങളുടെ പിടിയിൽ ഒതുക്കുക എന്നുള്ളത് ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ മുകളിലിരിക്കുന്ന വ്യക്തികളുടെ വ്യക്തി താല്പര്യമായി മാത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തി താല്പര്യത്തിൻ്റെ മുന്നിലാണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ തകരാൻ പോകുന്നത്. കഴിഞ്ഞ 26 വർഷമായിട്ട് പാർട്ടി ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു. ആരുടെ? പിണറായി വിജയൻ്റെ. ഒന്ന് മനസ്സിലാക്കണം, 26 വർഷം 25 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ യൗവനത്തിൻ്റെ മൂർധന്യ സമയമാണ്. 26 വർഷം അദ്ദേഹത്തിൻ്റെ പിടിയിലായിരുന്നു. 26 വർഷം കൊണ്ട് ഈ പാർട്ടിയുടെ സ്വഭാവത്തെ രൂപീകരിച്ചത് പിണറായി വിജയനാണ്. ഒരു സുപ്രഭാതത്തിൽ ആ സ്വഭാവത്തിനെ മാറ്റാനും പറ്റത്തില്ല. പറ്റുമോ? 25 വയസ്സുള്ള ഒരു യുവതിയുടെ സ്വഭാവം പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? എന്ത് സംഭവിക്കാന്നുള്ളതാണ്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ധ്രുവീകരണം എന്ന് പറയുന്നത് ക്ഷയിച്ച് ഒരു ചെറിയ രൂപമായി മാറുന്ന ഒരു CPM ഇവിടെ ഉണ്ടാവും. ആ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം കൂടെ ചേരുന്ന ഒരു മുന്നണി. മനസ്സിലായില്ലേ? ഇതിനകത്ത് ചെറിയ പാർട്ടികളും മറ്റ് പാർട്ടികളും കൂടെ ചേരുന്ന BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു NDA മുന്നണി. ഇത് BJP കരുതിയിരുന്നത് 2036 ആകുമ്പോഴേ വരുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇത് 2031 ആകുമ്പോഴത്തേക്ക് ഈ CPM-ൻ്റെ സഹായം കൊണ്ട് 2031 ആകുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N-ൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 എന്ന് വെച്ചാൽ 4
നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.